അങ്ങനെ ഞാനും അമ്മൂസും ബാക്കോട്ട് വരുന്നു. അഭിലാഷും രജിത്താണ് നേരെ ഫ്രണ്ടിലേക്ക് വരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഏതൊരു ഹള്ളി എത്തി നമ്മൾ. സത്യം പറഞ്ഞാൽ സ്ഥലപ്പേരൊന്നും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു കർണാടകയിലേക്ക് കണ്ട് കയറി കഴിഞ്ഞാൽ അക്ഷരങ്ങളൊക്കെ ജിലേബി ചുട്ട പോലെയാണ്. സത്യമാണ്, അങ്ങനെ തന്നെ നമുക്കത് വായിക്കാൻ കിട്ടില്ല. ഏതായാലും ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു. ഞങ്ങളവിടെ കയറി. ഇവർ കഴിച്ചത് ബട്ടർ നാൻ അങ്ങനെ എന്തോ ആണ്. ഞാൻ നല്ലൊരു അടിപൊളി ബിരിയാണി കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി. പോകുന്ന വഴിക്ക് വീണ്ടും ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു കേട്ടോ വണ്ടിക്ക്. ഏകദേശം 7,000 രൂപേൻ്റെ പെട്രോളാണ് നമ്മൾ അടിച്ചത്. കാരണം എൻജി മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മൂസ് ഫുഡ് കഴിച്ച് നല്ല ഉറക്കാട്ടോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്താനായി. അടിപൊളി റോഡാണ് കേട്ടോ. അതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. സമയമല്ല, കിലോമീറ്റർ പോയതേ അറിഞ്ഞിട്ടില്ല. ഏതായാലും ബാംഗ്ലൂർ എത്തി. ഇനി നമ്മൾ നേരെ പോയി നല്ലൊരു റൂം എടുക്കണം. എന്തായാലും നമ്മൾ വിചാരിച്ച അത്ര ടൈം എടുത്തിട്ടില്ല, കാരണം ബ്ലോക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എത്തൂല. എന്തായാലും നേരെ പോയിട്ട് റൂം എടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നാളെ തൊട്ടുള്ള നമ്മുടെ പ്രകാശിലെ കാഴ്ചകളാണ്, അതായത് നമ്മുടെ ബസ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ ആയിട്ട് വരാം.